ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ബദാം മിൽക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമുക്കറിയാം ബദാം നമ്മൾ എങ്ങനെ കഴിച്ചാലും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതിനായിട്ട് ഞാൻ ഒരു പിടി ബദാമാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഉണ്ടാകും. ഇതൊരു ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ. ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു 10-20 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുതിർത്തിയെടുത്താൽ മതി. ആ സ്കിന്നൊന്ന് ഇളക്കി കളയാൻ പാകത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ ഇളക്കി കളയും ഇതുപോലെ വൈറ്റ് പോർഷൻ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് ബദാം മിൽക്കിനാണ് നമ്മൾ ഒരു 200 ഗ്രാം ബദാം എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അധികം എടുത്ത് നമ്മുടെ ആവശ്യാനുസൃതം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, 100 ml വെള്ളം ചേർത്ത്, അതായത് തിളപ്പിച്ച ആറിയ വെള്ളമാണ് ചേർക്കുന്നത്. നന്നായിട്ട് പേസ്റ്റാക്കി നമ്മളിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് നല്ല തണുത്ത ബദാം മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒക്കെ നമ്മൾ ചേർക്കണം. ഇനി നമ്മളത് പേസ്റ്റാക്കി അരച്ചതിന് ശേഷം മിക്സിയുടെ ജ്യൂസ് ജാറിലേക്ക് നമ്മൾ ആ പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചേർക്കാവൂ. ഞാൻ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ച് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏലക്കയുടെ ഫ്ലേവറാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് നമ്മൾ ചേർക്കുന്നത് ഹണിയാണ്. നമുക്ക് ഷുഗറും ആഡ് ചെയ്യാം. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഹണി ചേർക്കുന്നതാണ്. അതുതന്നെയല്ല, നമ്മൾ തണുത്ത ബദാം മിൽക്കിൽ നമ്മൾ ഹണി ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഫ്രോസൺ മിൽക്കാണ്, അതായത് കട്ടപ്പാൽ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാനത് വാങ്ങിച്ച് ഞാനതൊന്ന് ഒരു ബോട്ടിലിലോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽറ്റൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രോസൺ മിൽക്ക് ഞാനൊരു 1.5 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടരുത്, ഒരു പിഞ്ച് മാത്രം മതി. ഇനി നമുക്ക് സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ തണുപ്പിച്ച് ബദാം മിൽക്ക് ഉണ്ടാക്കി, തണുത്ത ബദാം മിൽക്കാണ് നമുക്ക് കഴിക്കേണ്ടത് കേട്ടോ. ഫ്രോസൺ മിൽക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് പാൽ നന്നായിട്ട് തിളപ്പിച്ചാറ്റിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി എടുത്താലും നമുക്കതും ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ചൂട് സമയത്ത് ഇതുപോലെ നമുക്ക് ഫ്രോസൺ മിൽക്ക് ചേർത്ത് ബോയിൽ ചെയ്യാതെ തന്നെ നല്ല തണുപ്പിച്ച ബദാം മിൽക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇനി ഞാൻ കുറച്ച് ക്രഷ്ഡ് ബദാം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവിൻ്റെ 2 ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു യെല്ലോയിഷ് ആയിട്ട് വരും നമ്മുടെ ബദാം മിൽക്ക്. കുങ്കുമപ്പൂവ് അധികമൊന്നും നമ്മൾ ചേർക്കേണ്ട കേട്ടോ. 2-3 ഇതൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു യെല്ലോ കളറിലോട്ട് നമുക്ക് ബദാം മിൽക്ക് മാറിക്കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് ഹോട്ട് ബദാം മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് നമ്മൾ നോർമൽ മിൽക്ക് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബദാം പേസ്റ്റ്, പിന്നെ നമ്മുടെ ഏലക്കാപ്പൊടി, 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്, ഒരു പിഞ്ച് സാൾട്ട്. ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് തണുപ്പിച്ചതിന് ശേഷം ഹോട്ട് ബദാം മിൽക്ക്, നേരിയ ചൂടോടുകൂടി ഹോട്ട് ബദാം മിൽക്കും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും കൂടി തിക്കായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിനകത്തേക്ക് 5-6 അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറുക്കിയിട്ടാൽ മതി. നമ്മൾ അരയ്ക്കുന്ന ബദാം അരയ്ക്കുമ്പോൾ അത് കൂടെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അരച്ചാൽ ഒന്നും കൂടി തിക്നെസ്സോട് കൂടി കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സാഫ്രോണും അതുപോലെ തന്നെ ക്രഷ്ഡ് ബദാമും ഒക്കെ ചേർത്ത് നമുക്ക് ഹോട്ട് ബദാം മിൽക്ക് കഴിക്കാവുന്നതാണ്. കുങ്കുമപ്പൂ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു യെല്ലോയിഷ് കളറിലേക്ക് നമുക്ക് ബദാം മിൽക്ക് മാറി കിട്ടും കേട്ടോ. ഈ ഒരു കളർ വേണമെന്നുള്ളവർക്ക് മാത്രം കുങ്കുമപ്പൂ ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിലുള്ള ബദാം മിൽക്ക് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.